എന്താ കഥ. എഗെയിൻ ഈ സീസണിൽ കൊമ്പന്മാർ വീഴുന്ന ഒരു കാഴ്ചയാണ് കണ്ടുകൊണ്ടിരിക്കുന്നത്. ഇന്നലെ ശരിക്ക് കൊമ്പന്മാരുടെ ടീമല്ല വീണത്, അതായത് നമ്മുടെ ചിഹ്നത്തിലൊക്കെ ആനയും കൊമ്പൊക്കെ ഉള്ളത് നമ്മുടെ LSC കാണല്ലോ. പക്ഷേ വീണത് RCB ആണെന്നേ ഉള്ളൂ. പോയിന്റ് ടേബിളിൽ ഓൾമോസ്റ്റ് ടോപ്പിലുണ്ടായ ടീമാണ്, കഴിഞ്ഞ വർഷത്തെ ചാമ്പ്യന്മാരാണ്. പക്ഷേ ഇന്നലെ വീണുപോയി എന്ന് പറയാം. ശരിക്കും ഇന്നലത്തെ കളി നടന്നത് LSG വേഴ്സസ് RCB വേഴ്സസ് റെയിൻ ആയിരുന്നു കേട്ടോ. റെയിനും കളിയുടെ ഒരു ഭാഗമായിരുന്നു എന്ന് വേണമെങ്കിൽ പറയാം. കാരണം ഇടയ്ക്കിടയ്ക്ക് ഏകദേശം 2-3 പ്രാവശ്യം ബ്രേക്ക് ഉണ്ടായിരുന്നു കേട്ടോ. ആ ഒരു ഫസ്റ്റ് LSG ബാറ്റ് ചെയ്യുന്ന സമയത്ത് ആ ബ്രേക്കുകളൊക്കെ താണ്ടിക്കൊണ്ടാണ് LSG ജയിച്ചതും. അത് മാത്രമല്ല, LSGയുടെ ബാറ്റിങ്ങിലാണ് നമ്മുടെ മിച്ചൽ മാർഷ് സെഞ്ചുറി അടിച്ചത് പോലും ആ മഴയുടെ ഇടയിലായിരുന്നു. മഴ പോലും കളിച്ചിട്ടുണ്ടായിരുന്നു ആ ഒരു മാച്ചിൽ. അങ്ങനെ മഴയും LSGയും RCBയും കളിച്ചപ്പോൾ അവസാനം LSGക്ക് വിജയം കിട്ടി. മഴ കാരണം 19 ഓവറിലോട്ട് ചുരുക്കിയ മാച്ചിൽ അവസാനം LSG എടുത്തത് 209 റൺസാണ്. 3 വിക്കറ്റ് പോയിട്ടുണ്ടായിരുന്നു കേട്ടോ. ആൻഡ് മഴ കാരണം തന്നെ ആ ഒരു മെത്തേഡ് ഉണ്ടല്ലോ, DLS മെത്തേഡ് വെച്ചിട്ട് 213 ടാർഗറ്റ് കൊടുത്തിട്ടുണ്ടായിരുന്നത്. RCBക്ക് 19 ഓവറിൽ, അതായത് 114 ബോളിൽ 213 ജയിക്കാൻ വേണം എന്നുള്ളൊരു ടാർഗറ്റാണ് ശരിക്കും ഉണ്ടായിരുന്നത്. അത്യാവശ്യം നല്ലൊരു ടാർഗറ്റ് തന്നെയാണ്. കുറച്ച് ടഫാണെന്ന് വേണം പറയാം. 200 മേലെ സ്കോർ വരുന്ന സമയത്ത് പൊതുവെ കുറച്ചൊന്ന് പ്രഷർ വരാറുണ്ട്. പക്ഷേ അപ്പുറത്ത് RCB ആയതുകൊണ്ട് അങ്ങനെ ടഫ് ആവില്ല എന്നാണ് വിചാരിച്ചത്. പക്ഷേ അങ്ങനെയല്ല, അത്യാവശ്യം ചലഞ്ചിങ് തന്നെയായിരുന്നു റോയൽ ചലഞ്ചേഴ്സ് ബാംഗ്ലൂരുവിന്. ചലഞ്ച് ചെയ്ത് തന്നെ മാക്സിമം പൊരുതി അവസാനം അങ്ങ് വീഴായിരുന്നു. എവിടേക്കോ ജയിക്കുന്നുള്ളൊരു പ്രതീക്ഷകളൊക്കെ തന്ന്, പക്ഷെ അവസാനത്തോട്ട് ആ പ്രതീക്ഷയൊക്കെ കളഞ്ഞുകൊണ്ട് അവസാനം LSG തന്നെ കളി ജയിക്കുകയും ചെയ്തു. 19 ഓവർ കളി നടന്നതുകൊണ്ട് തന്നെ 203 ശരിക്ക് RCBക്ക് എത്താൻ പറ്റിയത്. 6 വിക്കറ്റ് നഷ്ടത്തിൽ 9 റൺസിന്റെ ഒരു വിജയമാണ് ശരിക്കും നല്ല LSG നേടിയത്. അതിൽ ലാസ്റ്റ് ഓവർ എറിഞ്ഞ ദിഗ്വേഷ് റാട്ടി, ഹാറ്റ്സ് ഓഫ്, ക്ലാപ്സ് എല്ലാം ഉണ്ട്. കാരണം ഒരു ഓവറിൽ, അതായത് 6 ബോളിൽ 20 റൺസ് വേണ്ടിയിരുന്നൊരു മാച്ചിൽ, പ്രത്യേകിച്ച് റൊമാരിയോ ഷെപ്പേർഡ് അതുപോലെ കൃണാൽ പാണ്ഡ്യ, അത്യാവശ്യം ബാറ്റ് ചെയ്യാൻ അറിയുന്ന രണ്ടുപേര്, പ്രത്യേകിച്ച് ബിഗ് ഹിറ്റിന് പേര് കേട്ടിട്ടുള്ള റൊമാരിയോ ഷെപ്പേർഡ് ആയിരുന്നു. അതുപോലെ തന്നെ കൃണാൽ പാണ്ഡ്യ സൈക്കോ ആണ് പ്ലേയിങ്ങിൽ. കാരണം എപ്പോഴാണ് 6-4 അടിക്കാന്നൊന്നും പറയാൻ പറ്റില്ല. പ്രത്യേകിച്ച് അതിന് മുന്നത്തെ ഓവറിൽ, ഷമീന്റെ ഓവറിൽ അടിച്ച ആ ഒരു 6-4 ഉണ്ടല്ലോ, കളീനെ ഫുള്ളി മാറ്റിയത് അവിടെ നിന്നാണ്. കാരണം ഏകദേശം ജയിക്കില്ല എന്ന് വിട്ട ഒരു മാച്ച് എന്ന് RCBനെ പിന്നെയും ഗെയിമിലോട്ട് കൊണ്ടുവന്നത് കൃണാൽ പാണ്ഡ്യയുടെ ആ ഒരു ഓവറിൽ അടിച്ച ഷോട്ട്സ് ആണ്. അപ്പം റൊമാരിയോ ഷെപ്പേർഡ് അതിന് മുന്നേ തന്നെ കുറച്ച് കഷ്ടപ്പെടുന്നുണ്ടായിരുന്നു. അടികളൊന്നും കറക്റ്റായിട്ട് കൊള്ളുന്നുണ്ടായിരുന്നില്ല. ആകെ ഒരു അടിയാറ്റെ 6 പോയിട്ടുണ്ടായിരുന്നുള്ളൂ കൊണ്ടത്, ബാക്കിയൊന്നും അധികം കൊള്ളുന്നുണ്ടായിരുന്നില്ല. അതിനെയാണ് അവസാനത്തെ ഓവറിൽ സംഭവിച്ചത്. ദിഗ്വേഷ് റാട്ടി വന്നു, കിഡിലൻ ബോളിംഗ് എന്ന് വെച്ചാൽ കിഡിലൻ ബോളിംഗ്. ആ ഒരു ഓവറിൽ പിടിച്ചെടുത്ത ആ ഒരു റൺസിന്റെ അകത്തു നിന്നാണ് ശരിക്കും ആ ഒരു 9 റൺസിന്റെ വിജയം ഉണ്ടായത്. ആ സമയത്ത് വിശ്വസിച്ച് ഏൽപ്പിച്ച ക്യാപ്റ്റനും അതുപോലെ തന്നെ എനിക്കൊന്ന് ഷാബാസിന് ശരിക്കും ഒരു ഓവർ ബാക്കി ഉണ്ടായിരുന്നു. പക്ഷെ ആളും എനിക്ക് തോന്നുന്നു നമ്മുടെ ദിഗ്വേഷ് റാട്ടിക്ക് തന്നെയാണ് സജസ്റ്റ് ചെയ്തത്. അങ്ങനെ ആ ഒരു ഓവറിൽ ത്രില്ലറിൽ കളി ജയിച്ചു. ശരിക്കും ഇന്നലത്തെ മാച്ചിൽ ആ ഒരു ഹൈലൈറ്റഡ് ആയിട്ടുള്ള പോയിന്റ് എന്ന് പറയുന്നത് മിച്ചൽ മാർഷിന്റെ സെഞ്ചുറിയാണ്. അതുപോലെ തന്നെ അവസാനത്തോട്ട് ഇറങ്ങിയിട്ട് നമ്മളെ ഋഷഭ് പന്ത് അടിച്ച 10 ബോളിൽ 32 റണ്ണ് ഗംഭീര അടിയായിരുന്നു. ആ ഒരു അടിയിലാണ് ശരിക്കും 200 മേലെ സ്കോർ പോയതും. അത് മാത്രമല്ല, RCB ബാറ്റ് ചെയ്യുന്ന സമയത്ത് ടിം ഡേവിഡ് വന്നിട്ട് അടിച്ച ഒരു അടി ഉണ്ടായിരുന്നു. ആ അടിയിൽ ശരിക്കും അത് കണ്ടിന്യൂ പോയിട്ടുണ്ടെങ്കിൽ ചിലപ്പോൾ ഇന്നലെ RCB ജയിച്ചേനെ. അത് മാത്രമല്ല, നമ്മുടെ രജത് പാട്ടിദാറും ഗംഭീരമായിട്ട് അടിച്ചിട്ടുണ്ടായിരുന്നു. രജത് പാട്ടിദാർ, ടിം ഡേവിഡ് ആയിരുന്നു അവിടെ ക്രീസിലെങ്കിൽ കളി കൂളായിട്ട്